മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. മേഘത്തിൽ വന്നിടാറായി വിണ്ണിൽ വീടുകളൊരുക്കി നാഥൻ, വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ. വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും തിരുവചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുവാൻ ദൈവം സാവകാശം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് കഴിഞ്ഞ ചില ആഴ്ചകളിൽ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് എത്താൻ കഴിയാതെ പോയത്. അക്കാര്യത്തിൽ ഖേദിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയും ചെയ്യും. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ആ വാക്യം മുഴുവനും വായിച്ചാൽ ഇങ്ങനെയാണ്: യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്നാണ്. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ അതിൻ്റെ ഒടുവിലത്തെ ഭാഗം നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അപ്പോൾ മുടിഞ്ഞു പോകാൻ, നശിച്ചു പോകുവാൻ, ഇല്ലാതെയായി പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് ആ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിലാണ് മലാക്കി അക്കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം മാറാത്തവനായതുകൊണ്ടും കരുണയുള്ള ദൈവമായതുകൊണ്ടും ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയാത്തതുകൊണ്ടും നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്നാണ് മലാക്കി അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ നല്ലവരായതുകൊണ്ടല്ല, ഞാൻ നല്ലവനായതുകൊണ്ടാണ് എന്ന് ദൈവം പറയുക. മലാക്കി എന്തായിരിക്കും ഇവർ ചെയ്ത ദോഷം? ഞാൻ നിങ്ങളെ പഴയ നിയമത്തിൻ്റെ 1-2 ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവരെല്ലാവരും മുടിഞ്ഞു പോകും, പിന്നെ അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഇസ്രായേലിനെ കുറിച്ച് അവിടെ പറയുന്നത് അവരെല്ലാവരും മുടിഞ്ഞു പോകും എന്നാണ്. പിന്നെ അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഇനി നാം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിനോട് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് നാം കാണുന്നു. മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേലിനെ ദൈവം രക്ഷിച്ചു. അവരെ അവിടുന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരികയാണ്. അവർക്ക് മുമ്പാകെ ദൈവം സഞ്ചരിക്കുകയും അവർക്ക് വേണ്ടുന്ന നന്മകളൊക്കെ നൽകിക്കൊടുക്കുകയും ദീർഘമായ 40 വർഷങ്ങൾ അവർ മരുഭൂമിയിൽ സഞ്ചരിക്കുകയും ചെയ്തു. ഈ 40 വർഷങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന കാര്യമില്ലായിരുന്നു. എന്നാൽ ഇസ്രായേലിലെ 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് ദൈവം മോശ മുഖാന്തരം ഒറ്റുനോക്കേണ്ടതിനായിട്ട് പോകുമ്പോൾ മടങ്ങി വന്ന അതിൽ 10 പേർ ദോഷമായ നിലയിൽ സംസാരിക്കുമ്പോൾ 2 പേര് യോശുവയും കാലേബും അതങ്ങനെയല്ല, നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് ജയം നൽകും എന്ന് പറയുകയാണ്.
പക്ഷേ ആ 10 പേരും അവരോട് ചേർന്ന് നിന്ന വലിയൊരു വിഭാഗവും അവർ മറുതലിക്കുകയാണ്, ദുഷ്പ്രചരണങ്ങൾ നടത്തുകയാണ്. ദൈവം അവർ പറയുന്നൊരു വാക്കുണ്ട് ദൈവസന്നിധിയിൽ, ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഞങ്ങളുടെ തലമുറകളും കുടുംബങ്ങളും ഒക്കെ നശിച്ചു പോയി. അവരുടെ വാക്കുപോലെ തന്നെ അവർക്ക് ഭവിക്കുകയാണ്. എന്നാൽ അവരെല്ലാം മരുഭൂമിയിൽ നശിച്ചുപോയി, എന്നാൽ അവരുടെ തലമുറ, ദൈവം പറയുന്നു, നിങ്ങൾ ആര് നശിക്കുമെന്ന് പറഞ്ഞു ആ തലമുറയെ ഞാൻ കനാനിലെത്തിക്കും. അങ്ങനെ ദൈവം എത്തിച്ചു. ബാക്കി എല്ലാവരും മരുഭൂമിയിൽ നശിച്ചുപോയി. എന്താ കാരണം? അവരുടെ ജീവിതമായിരുന്നു അതിന് കാരണമായിട്ട്. അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവം നടത്തിയ വിധത്തെ, ദൈവം അവരെ അനുഗ്രഹിച്ച കാര്യങ്ങളെ, ദൈവം ആ മിസ്രൈമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന വഴികളെ അവരെല്ലാം പെട്ടെന്ന് മറന്നു. ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലാണ് അവിടെ വായിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യെരൂശലേമിന്മേലും സകല യഹൂദാ പട്ടണങ്ങളിന്മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അവയിൽ വസിക്കുന്നതുമില്ല. അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്നെ കോപിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷനിമിത്തമത്രേ. അപ്പോൾ ഇസ്രായേൽ ചെയ്ത ദോഷനിമിത്തം വീണ്ടും ദൈവം ഇവരെ ശിക്ഷിക്കുക. എന്നിട്ട് പറയുകയാണ് 12-ാം വാക്യം, അവരെല്ലാവരും മുടിഞ്ഞുപോകും. അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായിട്ട് തീരും. മുടിഞ്ഞു പോകും എന്ന് ദൈവം പറയുക. ഇത് ഏതെങ്കിലും മനുഷ്യൻ പറയുന്നത്. ചില മനുഷ്യർക്ക് ഇങ്ങനെ പ്രാകും. ചിലർ മക്കളെ പ്രാകുന്നവരുണ്ട്, അയൽവക്കക്കാരെ പ്രാകുന്നവരുണ്ട്, ശത്രുക്കളെ പ്രാകുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ പ്രാകുന്ന ആളുകളുണ്ട്, ശപിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവം തന്നെ പറയുക, അതെന്താ കാരണം? സത്യദൈവത്തെ വിട്ട് മറ്റൊന്നിലേക്ക് അവർ മാറിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത്. സത്യത്തെ വിട്ട് പിന്മാറിയിരിക്കുന്നവരെ കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ നശിപ്പിച്ച് കളയും എന്ന്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്ന് അവിടെയാണ് നമ്മൾ ഈ കാര്യം വായിച്ചത്. ഇനി എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു വരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്. എന്നിട്ട് അവിടെ വായിക്കുന്നത് 13-14 വാക്യങ്ങളിൽ. എന്നിട്ട് അവിടെ തേർന്ന് ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുമാറാക്കും, എൻ്റെ കോപത്തിൽ പെരുമഴ പെയ്യിക്കും, എൻ്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പെയ്യിക്കും, അത് വീഴും, നിങ്ങളതിൻ്റെ നടുവിൽ മുടിഞ്ഞു പോകും. അപ്പോൾ ദൈവം അവിടെ പറയുകയാണ്, ഞാൻ പ്രകൃതിയിൽ വലിയ മാറ്റം വരുത്തും. ആ മാറ്റം വരുമ്പോൾ നിങ്ങൾ മുടിഞ്ഞു പോകും. 1, ദൈവം അവരെ ശിക്ഷിക്കും. 2, പ്രകൃതിയിൽ മാറ്റം വരുത്തി ശിക്ഷിക്കും. നോക്കണേ, ദൈവം പറയുന്ന വാക്കുകൾ, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ഞാൻ നിങ്ങളെ മുടിച്ചു കളയും എന്നാ പറയും. അപ്പം മലാഖിയിൽ പറയുന്നതും അത് തന്നെയല്ലേ. ദൈവം പറയുകയാണ്, നിങ്ങൾ മുടിഞ്ഞു പോകാതിപ്പോൾ മുടിഞ്ഞു പോകത്തക്ക വിധത്തിലുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെ പല കാര്യങ്ങൾ, ഇസ്രായേൽ അവരുടെ പാപങ്ങൾ നിമിത്തം ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ മുടിച്ചു കളയും, ഞാൻ നിങ്ങളെ മുടിച്ചു കളയും. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ദൈവം എത്ര കരുണയുള്ള കർത്താവാണ് എന്നുള്ളത്. ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ
അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. പിന്നെയോ, ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താൻ. ദൈവം പറയുകയാണ്, യാക്കോബേ, നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഞാൻ മാറാത്തവനായതുകൊണ്ടാണ്. എന്നിട്ടിവിടെ യിരെമ്യാവിലൂടെ പറയുകയാണ്, ഞാൻ നിന്നെ അങ്ങനെ മുടിച്ചു കളയില്ല, പക്ഷെ ഞാൻ എന്തു ചെയ്യും? ഞാൻ നിന്നെ ശിക്ഷിക്കും. ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പറയും, ഞാൻ നിന്നെ ന്യായമായിട്ട് ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അന്യായമായിട്ടല്ല. നീ ചെയ്തതിനൊത്തവണ്ണം ഞാൻ നിന്നെ ശിക്ഷിക്കും. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ടെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുക. എത്ര ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പ്രത്യേകത നോക്കണം. ദൈവം എത്ര ന്യായമായ നിലകളിലാണ് ന്യായപാലനം ചെയ്യുന്നത് എന്ന് അവിടെ മുഖപക്ഷം കാണിക്കുന്നില്ല. യാക്കോബേ, ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് തന്നെ ന്യായമായി ശിക്ഷിക്കും. ഇനി ഒരു വാക്യം കൂടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാണ്. മലാഖിയുടെ വാക്കിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി. നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്താ? യഹോവയുടെ ദയ കൊണ്ടാകുന്നു. അവിടെ വായിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും ഇന്നും മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവം വിശ്വസ്തനും കരുണയുള്ളവനും ദയയുള്ളവനായതുകൊണ്ടാണ്. എന്നാലൊരു കാര്യം ഞാൻ പറയട്ടെ, മുടിഞ്ഞു പോകുന്നില്ലെങ്കിലും ശിക്ഷിക്കാതെ വിടുകയില്ല, ന്യായമായി ശിക്ഷിക്കും. നാം എത്ര ഭയത്തോടും ഭക്തിയോടും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം കുറിക്കൊള്ളേണ്ടതുണ്ട്. മറന്നു പോകരുത്. കാരണം ദൈവം ന്യായമായി ശിക്ഷിക്കുന്നവനാണ്, മുടിച്ചു കളയുന്നില്ല, പക്ഷേ ശിക്ഷിക്കും. അതുകൊണ്ട് നാം വളരെ ഭയത്തോടു കൂടിയ ക്രിസ്തീയ ജീവിതം നയിക്കാൻ വരുന്ന ദിവസങ്ങളിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ലോകം നമുക്കിന്നേകും അവൻ നാമത്താൽ അപമാനങ്ങൾ. ലോകം നമുക്കിന്നേകും അവൻ നാമത്താൽ അപമാനങ്ങൾ. ക്രൂശിൻ നിന്ദകൾ സഹിക്കുന്നതു നാം ധന്യമായെണ്ണിടുന്നു. ക്രൂശിൻ നിന്ദകൾ സഹിക്കുന്നതു നാം ധന്യമായെണ്ണിടുന്നു. മേഘത്തിൽ വന്നിടാറായി വിണ്ണിൽ വീടുകളൊരുക്കി നാഥൻ. വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ. വേഗം വന്നിടും തൻ ജനത്തിൻ്റെ ആധികൾ തീർത്തിടുവാൻ.